എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിത്രയാണേ. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാനിനി ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളിൽ 30 മിനിറ്റ് ലെങ്തുള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയായിരിക്കും, ഞാൻ പ്രതിലിപി എന്ന പ്ലാറ്റ്ഫോമിൽ സ്റ്റോറി എഴുതുന്നുണ്ടേ. എനിക്ക് യൂട്യൂബും പ്രതിലിപിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ട്. തലവേദന കാരണം ഒരു രക്ഷയില്ല. ഫോണിൽ നോക്കുമ്പോഴും കണ്ണിനൊക്കെ വല്ലാത്ത വേദനയാണേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാൻ സ്റ്റോറി തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടോ? സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്ന ദിവസം ഞാൻ തീർച്ചയായിട്ടും ലെങ്ത് കൂട്ടി തന്നെ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം പറയണേ. രുദ്രാക്ഷം ഭാഗം 2. രചന വർണ്ണങ്ങൾ ആമി. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് സ്റ്റെല്ല കുതറി താഴേക്ക് നോക്കി. അപ്പോഴാണ് അവൾ കണ്ടത് ഒരു പട്ടിക്കുട്ടി വന്നിട്ട് ഇന്ദ്രൻ്റെ കാൽക്കീഴിൽ നിൽക്കുന്നത്. ദാസേട്ടാ! അവൻ്റെ അലർച്ച കേട്ട് ഒരു മനുഷ്യൻ ഓടി വന്നു. കുഞ്ഞൻ, ഞാൻ അകത്തായിരുന്നു. ഇവനെ കൂട്ടിക്കെട്ടിക്കേ. ഇന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞതും അയാൾ ആ പട്ടിയെ പിടിച്ചുകൊണ്ട് പിറകുവശത്തേക്ക് പോയി. തൻ്റെ നെഞ്ചിലൂടെ ഊർന്നിറങ്ങുന്നവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ അകത്തേക്ക് കയറി. അച്ചമ്മേ! അവൻ്റെ ഉറക്കെയുള്ള വിളിയൊച്ച കേട്ടതും അകത്തുനിന്നും ഒരു സ്ത്രീ ഇറങ്ങി വന്നു. പൂജാമുറിയിലാണ്, ഇപ്പൊ വരും. സ്റ്റെല്ല! അവൻ വിളിച്ചതും സ്റ്റെല്ല പേടിയോടെ മുഖം ഉയർത്തി. കയറി വാ. ഇനി മുതൽ ഇവിടെയാണ് നിന്റെ താമസം. അത് കേട്ടതും ആ പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് വന്നു. നിൽക്കവിടെ. ആരോട് ചോദിച്ചിട്ടാ ചുമ്മാതിങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരുന്നത്? അകത്തുനിന്നും ആരോ ഇറങ്ങി വരുന്നുണ്ട്. സ്റ്റെല്ല മിഴികൾ അകത്തെ മുറിയിലേക്ക് പാഞ്ഞു. സെറ്റും മുണ്ടുമൊക്കെ ഉടുത്ത ഒരു ഐശ്വര്യമുള്ള ഒരു അമ്മൂമ്മ ഇറങ്ങി വരുന്നു. നെറ്റിയിൽ കുങ്കുമപ്പൊട്ടും മീതെ നീളത്തിൽ വരച്ചിരിക്കുന്ന ഭസ്മക്കുറിയും. കാതിലെ വൈഡൂര്യ കമ്മൽ ഒളിവെട്ടാതെ മിന്നിത്തെളിഞ്ഞു നിൽക്കുന്നത് സ്റ്റെല്ല നോക്കി നിന്നു. കഴുത്തിൽ കരിമണി മാലയും ഒപ്പം തന്നെ തുളസിമാലയും. കൈകളിൽ കത്തിച്ചു വെച്ച 5 തിരി നിലവിളക്കുമേന്തി അവർ വന്ന് ഉമ്മറപ്പടിയിൽ നിന്നു. അച്ചമ്മേ! അങ്ങോട്ട് ഇറങ്ങി നിന്ന് ഇന്ദ്ര കുട്ടിയുടെ ഒപ്പം. എന്നിട്ട് ഐശ്വര്യമായിട്ട് 2 ആളും കൂടി കയറി വരൂ. അവർ നിലവിളക്ക് സ്റ്റെല്ലയുടെ നേർക്ക് നീട്ടി. ജാതി വേറെയാണെന്നൊക്കെ അറിയാം, സാരമില്ല, ഇപ്പോ ഇതങ്ങോട്ട് പിടിച്ചോളൂ. എന്നിട്ട് വിശ്വസിക്കുന്ന ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് കയറി വരൂ. അവർ പറഞ്ഞതും സ്റ്റെല്ല ഇന്ദ്രനെ നോക്കി. മേടിച്ചോളൂ. അവൻ്റെ നിർദ്ദേശം കിട്ടിയതും സ്റ്റെല്ല പെട്ടെന്ന് തന്നെ നിലവിളക്ക് വാങ്ങി. ഇന്ദ്രനും സ്റ്റെല്ലയും കൂടി അങ്ങനെ അകത്തേക്ക് കയറി. ആരതി ഒഴിഞ്ഞുകൊണ്ട് ഇരുവരെയും അച്ചമ്മ അകത്തേക്ക് ആനയിച്ചു. പൂജാമുറി കൊണ്ടുവന്ന് വിളക്ക് വെച്ച ശേഷം അവൾ കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. ശേഷം പിന്തിരിഞ്ഞതും കണ്ടു തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അച്ചമ്മയെ. വരൂ അച്ചമ്മയുടെ സുന്ദരിക്കുട്ടി. അവർ കൈനീട്ടി വിളിച്ചതും സ്റ്റെല്ല അല്പം മടിയോടുകൂടി അവരുടെ അരികിലേക്ക് വന്നു. ഇന്ദ്രൻ അപ്പോഴേക്കും അച്ചമ്മയുടെ കാൽ തൊട്ട് വന്നിച്ചു. പെട്ടെന്ന് സ്റ്റെല്ലയും അങ്ങനെ ചെയ്തു. അവൾക്കിതൊക്കെ പുതിയ കാഴ്ചകളായിരുന്നു. കള്ളത്തെമ്മാടി! ഒരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്ദ്രന്റെ കാതിൽ പിടിച്ച് വേദനിപ്പിക്കാതെ അവർ കിഴുക്കി. സോറി അച്ചമ്മേ, പറയാനൊന്നും പറ്റിയില്ല. പിന്നെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അവൻ അവരുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. ശരി ശരി, ആയിക്കോട്ടെ. എന്നാലും ഇങ്ങനെ തങ്കം പോലൊരു കൊച്ചിനെ എനിക്ക് കൊണ്ടുവന്ന് തന്നല്ലോ നീ. അത് മതി, അതുമാത്രം മതി. അച്ചമ്മയ്ക്ക് സന്തോഷായി. സ്റ്റെല്ലയെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ പറഞ്ഞു. മോളുടെ പേരെന്താ? സ്റ്റെല്ല. ക്രിസ്ത്യാനിയാണല്ലേ? അതെ. വയസ്സ് എത്രയുണ്ട്? മറ്റന്നാൾ 18 ആകുന്നത്. അവളത് പറയുകയും ഇന്ദ്രന്റെ കയ്യിലിരുന്ന ഫോൺ താഴേക്ക് പതിച്ചു. മറ്റന്നാളോ? അച്ചമ്മ ഒന്നുകൂടി ചോദിച്ചു. അതെ. കൃഷ്ണ, ചെറിയ പ്രായാണല്ലോ. ഇന്ദ്ര,
വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നോ നീ? ഇല്ല, അടുത്ത ആഴ്ച ആവട്ടെ അച്ചമ്മേ, അതല്ലേ നല്ലത്. മതി, ധൃതി കൂട്ടണ്ട. അപ്പോഴേക്കും ഇരുവർക്കും മധുരം കൊടുക്കുവാൻ വേണ്ടി പാലും പഴവുമൊക്കെയായിട്ട് ഒരു സ്ത്രീ വന്നു. അച്ചമ്മേ, ആ ലളിതേ, ആയോ? ഉവ്. എന്നാ പിന്നെ വരൂ മക്കളെ, ആ സെറ്റിയിലിരിക്കാം. അച്ചമ്മയുടെ പിന്നാലെ ഇരുവരും ചെന്നിരുന്നു. പാലും പഴവും കുടിച്ച ശേഷം അച്ചമ്മ ലളിതയെ വിളിച്ചു. കുട്ടിക്ക് വേണ്ട വേഷമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? ഉവ്, ഇന്ദ്രൻ കുഞ്ഞിൻ്റെ മുറിയിൽ അടുപ്പിച്ചു വെച്ചിട്ടുണ്ട്. മോളെ, നിനക്ക് പാകാവോന്നറിയില്ല. ഇന്നലെ വൈകുന്നേരം അല്ലേ ഈ ചെക്കൻ വിളിച്ച് വിവരം ധരിപ്പിച്ചത്? ഇട്ടു നോക്ക്, പറ്റില്ലെങ്കിൽ മാറാട്ടോ. അവരെ നോക്കി സ്റ്റെല്ല തലകുലുക്കി. മോനെ ഇന്ദ്ര, രണ്ടാളും കൂടെ മുറിയിലേക്ക് ചെല്ല്. കുറച്ച് സമയം പോയി റെസ്റ്റ് എടുക്കുക കേട്ടോ. ഇവിടെ സദ്യയൊക്കെ കാലാവുന്നുണ്ട്. ജോലിക്കാർക്ക് എല്ലാവർക്കും ഒരു നേരത്തെ അന്നം കൊടുക്കണം. നല്ലൊരു ദിവസമായിക്കൊണ്ട്. അച്ചമ്മ പറഞ്ഞതും ഇന്ദ്രൻ എഴുന്നേറ്റു. ഒപ്പം സ്റ്റെല്ലയും. അവൻ്റെ പിന്നാലെ അവൾ അകത്തേക്ക് നടന്നു. നടുമുറ്റത്ത് ഒരു താമരപ്പൊയ്ക്കയാണ്. നിറയെ താമര വിരിഞ്ഞു കിടക്കുന്നു. അത് നോക്കി നടന്നതും സ്റ്റെല്ല പെട്ടെന്ന് വേച്ചുപോയി. അതിനു മുന്നേ അവൻ്റെ ബലിഷ്ഠമായ വലതുകരം അവളുടെ ഇടുപ്പിലൂടെ വളഞ്ഞു. പൊയ്കയിലെ താമരപ്പൂവിനെ എടുത്ത് ചേർക്കും പോലെ അവൻ കൂളായിട്ട് അവളെ നെഞ്ചോട് ചേർത്തു. സൂക്ഷിച്ച് നടക്കടി, ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ണു മഞ്ഞളിച്ചോ നിനക്ക്? അവൻ്റെ ശബ്ദം കാതോരം പതിഞ്ഞതും സ്റ്റെല്ല പേടിച്ചു വിറച്ചു പോയിരുന്നു. സോറി, പെട്ടെന്ന് ഞാൻ അറിയാതെ. അവൾ മെല്ലെ പെറുപെറുത്തു. ഇന്ദ്രൻ അപ്പോഴേക്കും ഒരു റൂം തുറന്നകത്തേക്ക് കയറി. പാവം സ്റ്റെല്ല, കയറണോ വേണ്ടയോന്നറിയാതെ അവൾ വാതിൽക്ക് നിൽക്കുകയാണ്. നിന്നെ ഇനി അകത്തേക്ക് സ്വീകരിക്കാൻ താലപ്പൊലിയുമായി എത്തണോടി? അവൻ്റെ ശബ്ദം ഒഴുകിയതും സ്റ്റെല്ല പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി. അപ്പോഴേക്കും ഇന്ദ്രൻ വാതിലടച്ച് കുറ്റിയിട്ടിരുന്നു. അവൻ അടുത്തേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞതും അവളുടെ നെഞ്ചു പടപടാന്നിടിച്ചു. 6 മാസക്കാലം ഇവിടെ ഈ മുറിയിൽ നിനക്ക് കഴിയാം. അതുവരെയും ഈ താലി ഇവിടെ കിടക്കട്ടെ. സംഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ ആരും അറിയാൻ പാടില്ല. എല്ലാവരുടെയും മുൻപിൽ നമ്മൾ വർഷങ്ങളോളം പ്രണയിച്ച് വിവാഹം കഴിച്ച ഭാര്യാഭർത്താക്കന്മാരായിരിക്കണം. പിന്നെ കുറേയേറെ ശീലങ്ങളും വഴക്കങ്ങളും ഒക്കെയുള്ള തറവാടാണിത്. അതൊക്കെ വൈകാതെ തന്നെ അച്ചമ്മ നിന്നെ പഠിപ്പിച്ചോളും. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ ചോദിച്ചതും സ്റ്റെല്ല തലകുലുക്കി. നിനക്കെന്തടി നാവില്ലേ? ചോദിച്ചുകൊണ്ടവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. ഇന്ദ്രേട്ട, എനിക്ക് വേദനിക്കുന്നു പറയുകയും സ്റ്റെല്ല കരഞ്ഞു പോയിരുന്നു. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചുമ്മാ തലകുലുക്കി നിന്നാ പോരാ. വാ തുറന്ന് എന്നോട് ഉത്തരം പറയണം. തൻ്റെ കൈ പിൻവലിച്ചുകൊണ്ടവൻ അവളോട് പറഞ്ഞു. പറഞ്ഞോളാം. ഗുഡ് ഗേൾ. ഇന്ദ്രൻ അല്പം മുൻപേ വേദനിപ്പിച്ച അവളുടെ കവളിൽ ഒന്ന് തലോടി. ഈ ആടയും ആഭരണങ്ങളുമൊക്കെ അഴിച്ചു കളഞ്ഞേക്ക്. അവിടെ അലമാരിക്കുള്ളിൽ കാണും. നിനക്കിടാനുള്ള വസ്ത്രങ്ങളൊക്കെ പോയി നോക്കിക്കോളൂ. ഇന്ദ്രൻ പറഞ്ഞതും സ്റ്റെല്ല പെട്ടെന്ന് തന്നെ അവിടുന്ന് തൊട്ടടുത്ത് കാണുന്ന ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. ഡോറടിച്ച് ലോക്ക് ചെയ്ത ശേഷം ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ചു. ശേഷം സെറ്റുമുണ്ടും മാറ്റി ഒരു ടോപ്പും പലാസോ പാൻറ്റും അണിഞ്ഞു. അപ്പോഴേക്കും കേട്ടു വാതിലിൽ മുട്ടുന്നത്. ഓടിച്ചെന്നവൾ വാതിൽ തുറന്നതും കണ്ണിലെരിയുന്ന കനലുകളോടെ നിൽക്കുന്ന ഇന്ദ്രനെയാണ് അവൾ കാണുന്നത്. നീ എന്തിനാ വാതിലടിച്ച് കുറ്റിയിട്ടത്? ഡ്രസ്സ് മാറാൻ വേണ്ടിയായിരുന്നു. ഇനി മേലിൽ ഇതാവർത്തിക്കരുത്, കേട്ടല്ലോ? എനിക്ക് കാണാൻ പാടില്ലാത്തത് എന്തെങ്കിലും ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റെല്ലയുടെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് ചേർത്തു നിർത്തി. നിനക്ക് 18 വയസ്സ് പൂർത്തിയാകുന്നതേ ഉള്ളോ? ഏതുവരെ പഠിച്ചു? +2. അടുത്തയാഴ്ച റിസൾട്ട് വരുന്നത്. ജയിക്കുമോ? പേടിച്ചു വിറച്ചുകൊണ്ട് തന്നോട് ചേർന്ന് നിൽക്കുന്നവളെ ഇന്ദ്രൻ ഒന്ന് നോക്കി.
ഇത്രയും ചെറിയ കുട്ടിയാണെന്ന് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോലും വരില്ലായിരുന്നു. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി നെഞ്ചിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ് അവൾ അപ്പോഴും. ശരീരഭാഗങ്ങൾ അവനിലേക്ക് ടച്ച് ചെയ്യിക്കാതെ വളരെ സൂക്ഷിച്ചാണ് ആളുടെ നിൽപ്പ്. സ്റ്റെല്ല, അവൻ വിളിച്ചതും സ്റ്റെല്ല മുഖമുയർത്തി. പേടിയുണ്ടോ നിനക്ക്? എന്തിനു പേടി? ചോദിച്ചതും അവളുടെ മിഴികൾ ഒന്ന് പിടഞ്ഞു. പറയൂ സ്റ്റെല്ല, എന്തിനാണ് നിനക്കെന്നെ പേടി? എന്നെ എന്തെങ്കിലും ചെയ്യുമോന്ന്? ചെയ്താലോ? അവൻ ചോദ്യം ആവർത്തിച്ചു. ഞാൻ എന്തെങ്കിലും ചെയ്താൽ സ്റ്റെല്ല എന്തു ചെയ്യും? മരിക്കും, പെട്ടെന്ന് അവൾ പറഞ്ഞു. എങ്ങനെ? അവൻ വീണ്ടും ചോദിച്ചു. അപ്പോഴേക്കും അവൾ നിലത്തേക്ക് മിഴികൾ നട്ടു. എങ്ങനെയാണ് മരിക്കുന്നത്? അറിയില്ല. എന്തിനാണ് മരിക്കുന്നത്? മറുപടി ഒന്നും പറയാതെ അവൾ അങ്ങനെ നിന്നു. പെട്ടെന്ന് അവൻ്റെ ഫോൺ ശബ്ദിച്ചു. അതെടുത്തുകൊണ്ട് ഇന്ദ്രൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. പിന്നാലെ സ്റ്റെല്ലയും. ആരോടോ കയർത്ത് സംസാരിക്കുകയും ക്ഷോഭിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്ദ്രൻ. അവൻ്റെ ദേഷ്യം കണ്ടതും സ്റ്റെല്ലയെ അടിമുടി വിറച്ചു. മിഴികൾ ഇറുക്കി അടച്ചുകൊണ്ട് ചുവരിൽ ചാരി നിൽക്കുകയാണവൾ. ഫോൺ കട്ടാക്കിയ ശേഷം തിരിഞ്ഞ് ഇന്ദ്രൻ കാണുന്നത് അതായിരുന്നു. അവൻ്റെ ചുവടുകൾ അവളുടെ അരികിലേക്ക് നീങ്ങി. ഇരു കൈകൾ കൊണ്ടും ഭിത്തിയിൽ അവളെ ബന്ധിച്ച ശേഷം ഇന്ദ്രൻ പതിയെ അവളുടെ മുഖത്തേക്ക് ഊതി. പിടച്ചിലോടെ മിഴികൾ തുറന്നു നോക്കിയതും ഇന്ദ്രൻ്റെ മുഖത്തേക്ക്. അവൻ്റെ ശ്വാസം അവളുടെ കവളിൽ തട്ടുകയാണ്. സ്റ്റെല്ലയെ പൂക്കുല പോലെ വിറയ്ക്കാൻ തുടങ്ങി. പേടിയാണോ നിനക്കെന്നെ? ഇന്ദ്രൻ ചോദിച്ചതും അവൾ അതേന്ന് തലകുലുക്കി. അതിന് ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തോടി? അവൾ ഇല്ലെന്ന് ചുമൽ ചലിപ്പിച്ചു. പിന്നെന്താ നിനക്കെന്നെ ഇത്രയ്ക്ക് പേടി? പെട്ടെന്ന് അവൾ കുനിഞ്ഞു വന്ന് അവൻ്റെ ഇരു കാലുകളിലും കെട്ടിപ്പിടിച്ചു. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനൊരു പാവമാണ്. ഒരു തെറ്റുപോലും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ചാച്ചൻ മേടിച്ച തുക എങ്ങനെങ്കിലും ജോലി ചെയ്ത് ഞാൻ തീർത്തോളാം. പ്ലീസ്. അവൻ്റെ മുൻപിൽ മുട്ടുകുത്തിയിരുന്ന് അവൾ കേണു. എനിക്ക് പേടിയാ സാറേ, ഇവിടെ ഇങ്ങനെയൊക്കെ കഴിയാൻ എനിക്ക് പേടിയാ. എനിക്കെൻ്റെ വീട്ടിൽ മടങ്ങിപ്പോണം. ദേവി ഇത് എന്നോടൊരൽപ്പം കരുണ കാണിക്ക്. തൻ്റെ മുൻപിലിരുന്ന് കരയുന്നവളെ ഇന്ദ്രൻ പിടിച്ചു മേൽപോട്ടുയർത്തി. നീ എൻ്റെ ആരാണ് സ്റ്റെല്ല? ചോദിച്ചുകൊണ്ടവൻ അവളെ പിടിച്ച് തന്നിലേക്ക് ചേർത്തു. ആരുമല്ല, ഞാൻ സാറിൻ്റെ ആരുമല്ല, പെട്ടെന്നവൾ പറഞ്ഞു. ഇതാരാണ് നിനക്ക് കെട്ടിത്തന്നത്? അവളുടെ മാറിൽ പറ്റിച്ചേർന്ന താലിച്ചരട് അവനടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു. സാറ്. സാറോ? എന്നെ എങ്ങനെ വിളിക്കണമെന്നാണ് നിന്നോട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്? അവൻ്റെ ശബ്ദം കനത്തു. ഇന്ദ്രേട്ടൻ. എന്നിട്ട് നീ അങ്ങനെ അല്ലല്ലോ വിളിച്ചത്. സോറി. ഇനി ഒരിക്കൽ പോലും ഈ തെറ്റ് ആവർത്തിക്കരുത്, കേട്ടല്ലോ? പറഞ്ഞതും അവൾ തലകുലുക്കി. ശരി, ഇനി പറയ, ആരാണ് ഇത് നിന്റെ കഴുത്തിൽ കെട്ടിത്തന്നത്? ഇന്ദ്രേട്ടൻ. അപ്പോൾ ഞാൻ നിന്റെ ആരാണ്? ഭർത്താവ്. ഓക്കെ. അപ്പോഴേ എൻ്റെ ഭാര്യ ഇനിയുള്ള 6 മാസം കഴിയേണ്ടത് ഈ ഇന്ദ്രൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ്, എൻ്റെ ഒപ്പം. മനസ്സിലായോ നിനക്ക്? അത് കേട്ടതും അവൾ തലകുലുക്കി. നീ ചെല്ല്, അച്ചമ്മ പുറത്ത് എവിടെയെങ്കിലും കാണും. കേട്ടതും അവൾ വെളിയിലേക്ക് ഓടി. എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്തു നിന്നും രക്ഷപ്പെട്ടാൽ മാത്രം മതിയെന്നായിരുന്നു അവളുടെ ചിന്ത. അച്ചമ്മയുടെ സംസാരം കേട്ട ഭാഗത്തേക്ക് സ്റ്റെല്ല നടന്നു ചെന്നു. അടുക്കളയിലായിരുന്നു. ഒപ്പം താൻ കുറച്ചു മുന്നേ കണ്ട ചേച്ചിയുമുണ്ട്. അല്ല, ഇതെന്താ വാതിക്ക നിൽക്കുന്നേ? ഇങ്ങോട്ട് വരൂ മോളെ. അച്ചമ്മ വിളിച്ചതും സ്റ്റെല്ല അവരുടെ അടുത്തേക്ക് വന്നു. വേഷമൊക്കെ കൃത്യമാണല്ലോ, നോക്കിയാ ലളിതേ? അതെ അതെ, അളവെടുത്ത് തയ്ച്ച പോലെയുണ്ട്. ഏതോ കറിക്ക് കടുക് വറുക്കുകയാണ് ലളിത. ഒപ്പം തന്നെ സ്റ്റെല്ലയെ നോക്കി പറഞ്ഞു. ഇന്ദ്രൻ എവിടെ? റൂമിലുണ്ട്.
ഉം, മോള് വന്നേ. അച്ചമ്മ ഒരു കാര്യം പറയട്ടെ. എന്തോ ഓർത്തെന്ന പോലെ അച്ചമ്മ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവളെ മറ്റൊരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി. ഇവിടെ കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ട്. ജാതി വേറെയാണെങ്കിലും അതൊക്കെ മോള് പിന്തുടരണം. ധൃതിയില്ല, സാവധാനം മതി. അവർ പറഞ്ഞതും സ്റ്റെല്ല തലകുലുക്കി. ഇവിടെ ഒരു പൂജാമുറിയുണ്ട്. നിത്യവും കാലത്തെ ഉണർന്ന് കുളിച്ച് ശുദ്ധി വരുത്തി അവിടെ തൊഴുതു പ്രാർത്ഥിച്ചു വേണം അടുക്കളയിൽ കയറാൻ. പിന്നെ വടക്കുവശത്തായി സർപ്പക്കാവുണ്ട്. എല്ലാ മാസവും ആയില്യ നാളിൽ അവിടെ പൂജയും നൂറും പാലും ഒക്കെ കൊടുക്കും. സർപ്പമുള്ളതാണ്. അന്നേ ദിവസം സ്ത്രീകൾക്ക് ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. വ്രതം എടുക്കണം. മോൾക്ക് പറ്റുമെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ പോയി തൊഴുതു പോരാം. ഇന്ദ്രന്റെ പക്കപ്പിറന്നാൾ തോറും കുടുംബക്ഷേത്രത്തിൽ പോയി രണ്ടാളും തൊഴണം. സർവ്വ ഐശ്വര്യത്തിനായി പ്രാർത്ഥിക്കണം. എല്ലാം കേട്ടുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ നിന്നു. അച്ചമ്മ ഇതൊക്കെ പറഞ്ഞോന്നേ ഉള്ളൂ. പതിയെ ശീലാവൂട്ടോ. കൂടുതൽ ഒന്നും ചിന്തിക്കേണ്ട. അവർ പറഞ്ഞതും സ്റ്റെല്ല തലകുലുക്കി കാണിച്ചു. ഉടനെ തന്നെ ഈ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഒരു പൂജ നടത്തുന്നുണ്ട്. 4-5 ദിവസത്തേക്ക് ബന്ധുമിത്രാദികൾ എല്ലാവരും എത്തും. പലരും പലതരത്തിലുള്ളവരാണ്. അപമാനിക്കാനൊക്കെ ശ്രമിക്കും. മോളതൊന്നും കാര്യാക്കേണ്ട. എൻ്റെ ഇന്ദ്രൻ്റെ പെണ്ണാ നീ. അവൻ സ്നേഹിച്ച് സ്വന്തമാക്കിയവൾ. ആ നിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവൻ ബാക്കി നോക്കിക്കോളും. അവർ വീണ്ടും പറഞ്ഞു. ഒപ്പം അലമാര തുറന്ന് ഒരു ആമാടപ്പെട്ടി എടുത്തു. ഇനി മുതൽ എന്നും ഈ ലക്ഷ്മിവള മോളുടെ വലത് കൈയിൽ കാണണം. ഒപ്പം ഈ ജിമുക്കി കമ്മലും. അവര് അത് സ്റ്റെല്ലയുടെ കയ്യിലേക്ക് കൊടുത്തു. മംഗലത്ത് തറവാട്ടിൽ വിവാഹം കഴിഞ്ഞ എല്ലാ സ്ത്രീകളും നിർബന്ധമായിട്ട് ധരിക്കുന്നതാണ് ഇതൊക്കെ. ഇനി മോളും അങ്ങനെ തന്നെ ആവണോട്ടോ. അവൾ തലകുലുക്കി. പൂജ തുടങ്ങുന്ന നാൾ തൊട്ട് മുണ്ടും നേരിതുമാണ് വേഷം. 4-5 ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ രണ്ടാളൂടി പുറത്തുപോയി മേടിക്ക്. മോൾക്ക് എന്താ വിഷമം? എല്ലാരെയും വിട്ടു പോന്നിട്ടാ? സങ്കടത്തോടെ ഇരിക്കുന്ന സ്റ്റെല്ലയെ നോക്കി അച്ചമ്മ ചോദിച്ചു. ഒന്നും പറയാതെ കൊണ്ടവൾ നിലത്തേക്ക് മിഴിനട്ടിരുന്നു. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ചാച്ചനും പിന്നെ എൻ്റെ ചേച്ചിയും ഭർത്താവും ഒരു കുഞ്ഞും. മോളുടെ അമ്മയോ? അമ്മ മരിച്ചുപോയി. ക്യാൻസറായിരുന്നു. അത് പറയുകയും അവളുടെ വാക്കുകൾ ഇടറി. അത് കണ്ടതും അച്ചമ്മയ്ക്കും വിഷമായി. പോട്ടെ, സാരമില്ലെന്നേ. എൻ്റെ കുട്ടിക്ക് അച്ചമ്മയില്ലേ? പിന്നെ ലളിത, അവരൊരു പാവം സ്ത്രീയാണ്. പുറത്ത് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ദാസനാണ്. അവരൊക്കെ മോളുടെ സ്വന്തമാണെന്ന് കരുതിയാൽ മതി. അച്ചമ്മ അവളെ ചേർത്തു പിടിച്ചു. അവരുടെ നെഞ്ചിൽ പതുങ്ങിക്കിടന്നുകൊണ്ട് അവൾ ശബ്ദമില്ലാതെ തേങ്ങി. അത് കണ്ടുകൊണ്ടാണ് ഇന്ദ്രൻ കയറി വന്നത്. അവന് വിറഞ്ഞു കയറി. സ്റ്റെല്ലയോട് അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓവറായിട്ടുള്ള യാതൊരു സെന്റിമെന്റ്സും പാടില്ലെന്ന്. എന്നിട്ട് അതൊന്നും കേൾക്കാതെ കൊണ്ട് അവൻ തൻ്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിച്ചു. സ്റ്റെല്ല. ഇന്ദ്രന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിപ്പിടിഞ്ഞുകൊണ്ട് മുഖം ഉയർത്തി. ഓ, പേടിപ്പിച്ചു കളഞ്ഞു. എന്തൊരു ഉച്ചത്തിനാ വിളിക്കുന്നേ? അച്ചമ്മ ശകാരിച്ചതും അവനൊന്നും ഭയപ്പെട്ടു. അച്ചമ്മേ, അവൾക്കൊരു കോൾ വന്നു, അതാണ്. സ്റ്റെല്ല, ഒന്ന് റൂമിലേക്ക് വന്നേ. വെട്ടിത്തിരിഞ്ഞ് അവൻ വേഗത്തിൽ റൂമിലേക്ക് പോയി. പിന്നാലെ സ്റ്റെല്ലയും. റൂമിലേക്ക് എത്തിയതും അവൻ അവളെ പിടിച്ചു വലിച്ച് ബെഡിലേക്ക് ഇട്ടിട്ട് അവളുടെ നേർക്ക് കയറിക്കിടന്നു. എഴുന്നേറ്റ് മാറാൻ തുടങ്ങിയതും അവളുടെ ടോപ്പിൻ്റെ ഒരറ്റത്ത് പിടിച്ചവൻ വലിച്ചു. നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് അവളെ ഇരു കൈകൾ കൊണ്ടും പൊതിഞ്ഞു. എന്നെ വിട് പ്ലീസ്. പാവം. അവൻ്റെ ബലിഷ്ഠമായ കൈകൾക്കുള്ളിൽ അവൾ കിടന്ന് ഞെരുങ്ങി. ഇന്ദ്രേട്ട, എനിക്ക് വേദനിക്കുന്നു പറഞ്ഞുകൊണ്ടവൾ കരഞ്ഞു. എന്നെ വിട് പ്ലീസ്. നിന്റെ കുടുംബ പുരാണം മൊത്തം അച്ചമ്മയോട് വിളമ്പാൻ ആരടി പറഞ്ഞത്? ഞാൻ പറഞ്ഞു തന്നതൊക്കെ മറന്നു നീ? ചോദിച്ചുകൊണ്ടവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. പാവം സ്റ്റെല്ല. അവളുടെ കണ്ണുനീർ കവളിലൂടെ ഒലിച്ചിറങ്ങി. അത് കണ്ടതും ഇന്ദ്രന്റെ പിടുത്തം ഒന്നയഞ്ഞു. അറിയാതെ പറഞ്ഞതാണ്.
ഇനി ആവർത്തിക്കില്ല. കരഞ്ഞുകൊണ്ട് തൻ്റെ നെഞ്ചിൽ കിടന്ന് കരയുന്നവളെ അവനൊന്നു നോക്കി. ഇനി ആവർത്തിച്ചാൽ ഈ ഇന്ദ്രൻ ആരാണെന്ന് നീ അറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അത് കേട്ട് സ്റ്റെല്ല തലകുലുക്കി. അച്ചമ്മയെന്നല്ല, ആരൊക്കെ വന്ന് എന്തൊക്കെ ചോദിച്ചാലും എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കോണം, കേട്ടല്ലോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ചമ്മ പറഞ്ഞു കാണില്ലേ? പറഞ്ഞു. വൈകാതെ തന്നെ അമ്മയും അമ്മാവനും ഒക്കെ എത്തും. പേടിച്ച് വിറച്ച് നിന്നേക്കരുത്, കേട്ടല്ലോ? ആ, എന്നാലൊന്ന് എഴുന്നേറ്റ് മാറിക്കേ, എനിക്കൊരാളെ ഫോൺ ചെയ്യണം. പറഞ്ഞുകൊണ്ടവൻ കൈയയച്ചു. പെട്ടെന്ന് അവൾ എഴുന്നേറ്റതും നീണ്ടു ചുരുണ്ട മുടി അവൻ്റെ മുഖത്തൂടെ ഉരസി നീങ്ങി. ഇന്ദ്രൻ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കിയടച്ചു. കാച്ചെണ്ണയുടെ മണം നുകർന്നുകൊണ്ട് കുറച്ചു സമയം ആ കിടപ്പ് കിടന്നു. സ്റ്റെല്ല വീണ്ടും അച്ചമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഊണൊക്കെ കാലായിരിക്കുന്നു. അച്ചമ്മ അതെല്ലാം എടുത്ത് രുചിച്ചു നോക്കി നിൽക്കുവാണ്. മോളെ, ഇന്ദ്രനെ വിളിക്ക്, നമുക്ക് കഴിക്കാം. അവർ പറഞ്ഞതും സ്റ്റെല്ല മുറിയിലേക്ക് ചെന്നു. ഇന്ദ്രൻ അപ്പോഴും ബെഡിൽ കിടക്കുവാണ്. സ്റ്റെല്ല വന്ന് നോക്കിയപ്പോൾ അവൻ ഉറങ്ങിക്കാണുമെന്ന് കരുതി. അവൾ പതിയെ അടുത്തേക്ക് ചെന്നു, മുഖം താഴ്ത്തി. എന്നിട്ട് അവൻ്റെ തോളിൽ മെല്ലെ തട്ടിയതും അവൻ പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറന്നു. അച്ചമ്മ ഊണ് കഴിക്കാൻ വിളിച്ചു. പെട്ടെന്ന് അവൾ പറഞ്ഞു. വരുവാ. പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു. തൻ്റെ കാവിമുണ്ട് ഒന്നഴിച്ചു മുറുക്കി കൊടുത്തു. തൻ്റെ മുന്നിൽ നടന്നു പോകുന്നവളെ പിടിച്ച് ശരീരത്തോട് ചേർത്തു. അവളുടെ അണിവയറിനെ ഇരു കൈകൾ കൊണ്ടും ബന്ധിച്ചു. എന്നിട്ട് അവളുടെ ചുരുണ്ട മുടിക്കുള്ളിൽ മുഖം പൂഴ്ത്തി ശ്വാസം എടുത്തു വലിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ സ്റ്റെല്ല അടിമുടി വിറച്ചു. അടിവയറ്റിൽ എന്തോ കൊള്ളിയാൻ മിന്നും പോലെ അവൾക്ക് തോന്നി. തിരിയാൻ പോലും സമ്മതിക്കാതെ കൊണ്ട് അവൻ തൻ്റെ പ്രവൃത്തി തുടർന്നു. അച്ചമ്മയുടെ ശബ്ദം അപ്പുറത്തെവിടോ നിന്നോ കേട്ടതും സ്റ്റെല്ല കുതറി. മക്കളെ, വായോ, ആ കുട്ടിയെ ഇവിടെ കണ്ടില്ല. അച്ചമ്മ വന്നു എന്ന് മനസ്സിലായതും ഇന്ദ്രൻ തൻ്റെ പിടുത്തം വിട്ടു. എന്നിട്ടൊന്നും അറിയാത്ത പോലെ ഊണുമുറിയിലേക്ക് പോയി. സ്റ്റെല്ല അപ്പോഴും തരിച്ചു നിൽക്കുവാണ്. അവൻ്റെ ഓരോ ചെയ്തികളും അവളെ ഇക്കിളിപ്പെടുത്തിയിരുന്നു. പരവശിയായി അരികിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവളിൽ അറിയാതെ പോലും ഇന്ദ്രൻ്റെ നോട്ടം എത്തിയിരുന്നില്ല. കൃഷ്ണ, ഈ കുട്ടി നോക്കി, മോനെ ഒരു കയ്യിൽ പോലും ചോറെടുത്തില്ല. അച്ചമ്മ പറഞ്ഞപ്പോഴാണ് ഇന്ദ്രനും ശ്രദ്ധിച്ചത്. കുറച്ച് ചോറും 1-2 കറികളുമാണ് അവളുടെ പ്ലേറ്റിൽ ആകെ ഉള്ളത്. സ്റ്റെല്ല, കുറച്ചുകൂടി ചോറെടുത്ത് കഴിക്ക്. ഇന്ദ്രൻ്റെ ശബ്ദം കേട്ടതും അവളെ വിറച്ചു. എനിക്കിത് മതിയായിട്ടായേട്ടാ, വേണമെങ്കിൽ ഇനി എടുത്തോളാം, അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ലളിതാമ്മേ, അവൻ വിളിച്ചതും കുറച്ച് ചോറും കൂടി അവർ വന്ന് സ്റ്റെല്ലയുടെ പ്ലേറ്റിലിട്ട് കൊടുത്തു. സത്യമായിട്ട് ഞാൻ കഴിക്കില്ല, മതിയായിട്ടാണ്. സ്റ്റെല്ല എല്ലാവരെയും മാറി മാറി നോക്കി പറഞ്ഞു. മോളെ, ഇത്തിരി ആരോഗ്യമൊക്കെ വേണ്ടേ? ദേ, ഇവൻ്റെ ഒപ്പം നടക്കുമ്പോൾ ആളുകളൊക്കെ ഇല്ലെങ്കിൽ കളിയാക്കൂട്ടോ, അച്ചമ്മ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. ആകെ ക്ഷീണാണ് കുട്ടിക്ക്. ഇങ്ങനെ പോയാൽ എങ്ങനാ? ഒരു കുഞ്ഞുവാവയൊക്കെ കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. അവരത് പറഞ്ഞതും സ്റ്റെല്ലയുടെ നെറുകയിൽ ചോറ് കയറി. അവൾ നിർത്താതെ ചുമച്ചുകൊണ്ട് എഴുന്നേറ്റ് വാഷ് ബേസിൻ്റെ അരികിലേക്ക് പോയി. അച്ചമ്മ വെറുതെ എന്തിനാ അവളെ പേടിപ്പിച്ചത്? +2 പരീക്ഷയുടെ റിസൾട്ട് പോലും പെണ്ണിന് വന്നിട്ടില്ല. അപ്പോഴാണ് കൊച്ച്. ഇന്ദ്രൻ പറയുന്ന കേട്ടുകൊണ്ട് ആശ്വാസത്തോടു കൂടി സ്റ്റെല്ല വീണ്ടും ഊണുമേശയുടെ അരികിലേക്ക് വന്നു. എൻ്റെ കുട്ടി പേടിച്ചോ? അച്ചമ്മ വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അവർ പറഞ്ഞതും സ്റ്റെല്ല ഒന്നും മിണ്ടാതെ കൊണ്ട് മുഖം താഴ്ത്തിയിരുന്നു. കഴിക്കും മോളെ, വന്നിരിക്ക്. ലളിത ചേച്ചി വന്ന് അവിടെ തോളി തട്ടി. എനിക്ക് വയറ് നിറഞ്ഞു, ഇനി ഒന്നും വേണ്ട, ഒരു തരത്തിൽ അവൾ പറഞ്ഞു. അപ്പോഴേക്കും ഇന്ദ്രൻ ദേഷ്യത്തിൽ സ്റ്റെല്ലയെ തുറച്ചു നോക്കി. പെട്ടെന്ന് തന്നെ പാവം പെണ്ണിരുന്ന് കഴിഞ്ഞു. എന്നിട്ട് ഓരോ ഉരുള മെല്ലെ കഴിച്ചു. മോളുടെ വെയിറ്റ് എത്രയാ? 44. അച്ചമ്മ ചോദിച്ചതും അവൾ മറുപടി കൊടുത്തു. നന്നായിട്ട് എന്തേലും കഴിച്ചേ, കാറ്റ് വന്നാൽ താഴെ പോകും. യാതൊരു നിർവാഹവും ഇല്ലാതെ കൊണ്ട് അവൾ അതെല്ലാം കഴിച്ചു തീർത്തു. അടുക്കളയിൽ ചെന്ന് പ്ലേറ്റുകളെല്ലാം എടുത്ത് അവൾ കഴുകി വെക്കാനും മറ്റും ലളിത ചേച്ചി സഹായിച്ചു.
ഒന്നും ചെയ്യേണ്ടെന്ന് 1000 ആവർത്തി പറഞ്ഞുവെങ്കിലും അവൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. ജോലികളൊക്കെ ഒതുക്കിയ ശേഷം അവൾ ഹോളിലേക്ക് വന്നു. അച്ചമ്മ കിടന്നു കഴിഞ്ഞു. ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോകാനും അവൾക്ക് പേടി തോന്നി. കുറച്ചു മുന്നേ ചെയ്ത പ്രവൃത്തികൾ ഓർത്തപ്പോൾ വെറുതെ നഖം കടിച്ചുകൊണ്ട് അവൾ സെറ്റിയിലിരുന്നു. അപ്പോഴേക്കും കേട്ടു സ്റ്റെല്ല എന്ന് അവൾ നീട്ടി വിളിക്കുന്നത്. അവൾ തിടുക്കപ്പെട്ട് എഴുന്നേറ്റു. മുറിയിലേക്ക് നടന്നു. വാതിക്ക വന്ന് അകത്തേക്ക് എത്തി നോക്കിയപ്പോൾ അവനെ അവിടെ എങ്ങും കണ്ടില്ല. പതിയെ അകത്തേക്ക് കാലെടുത്ത് വെച്ചതും പിന്നിൽ നിന്നും ഡോർ അടയുന്ന ശബ്ദം കേട്ടു. ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഇന്ദ്രനെ. എന്തിനാ വിളിച്ചത്? പെട്ടെന്ന് അവൾ ചോദിച്ചു. വെറുതെ ഒന്ന് കാണാൻ. എന്തേ, ഇഷ്ടപ്പെട്ടില്ലേ? അവൻ ചോദിച്ചതും സ്റ്റെല്ല മുഖം താഴ്ത്തി. അമ്മ വരുന്നുണ്ട് ഇവിടേക്ക്. കാലത്തെ കണ്ടില്ലേ? അതാണെൻ്റെ അമ്മ, മഹാലക്ഷ്മി. നീ പേടിക്കൊന്നും വേണ്ട, എൻ്റെ അടുത്ത് നിന്നാ മതി, കേട്ടല്ലോ? അവൾ തലകുലുക്കി. വാ, കുറച്ച് സമയം കിടക്കാം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ബെഡിലേക്ക് പോയി കിടന്നു. പാവം സ്റ്റെല്ല പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. വാടി ഇങ്ങോട്ട്, വിളിച്ചത് കേട്ടില്ലേ നീ? അവൻ ശബ്ദമുയർത്തിയതും പേടിച്ച് വിറച്ച് ഇന്ദ്രൻ്റെ അരികിലായി പോയിരുന്നു. പെട്ടെന്നവൻ സ്റ്റെല്ലയുടെ മടിയിലേക്ക് മുഖം ചേർത്തുകൊണ്ട് ആ പൂവിതൾ പോലുള്ള വിരലുകൾ എടുത്ത് അവൻ്റെ മുടിയിലൂടെ മെല്ലെ ഓടിച്ചു. കുറച്ചു സമയം അതേ പ്രവൃത്തി തുടർന്ന ശേഷം അവൻ തൻ്റെ കൈ പിൻവലിച്ചു. സ്റ്റെല്ല പതിയെ അവൻ്റെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ടേയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞതും അവൾക്ക് മനസ്സിലായി അവൻ ഉറങ്ങിപ്പോയെന്ന്. അപ്പോഴാണ് അവൾ ശ്വാസം പോലും എടുത്തു വിട്ടത്. മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കും പോലെ തോന്നിയതും സ്റ്റെല്ലയുടെ നെഞ്ചടിച്ചു. ഇന്ദ്രേട്ട. പതിയെ അവൾ അവൻ്റെ തോളിത്തട്ടി വിളിച്ചു. ഇന്ദ്രേട്ട, പുറത്താരോ വന്നു, ഒന്ന് എഴുന്നേൽക്കൂ. സ്റ്റെല്ല പറഞ്ഞതും ഇന്ദ്രൻ മുഖം ഉയർത്തി നോക്കി. എവിടെ അവൻ? എൻ്റെ പുന്നാരമോൻ. പുറത്തുനിന്ന് ആരോ വന്ന് ഉറക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ദ്രൻ്റെ അമ്മയാണെന്ന് സ്റ്റെല്ലയ്ക്ക് മനസ്സിലായി. അമ്മ വന്നു പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. പെട്ടെന്നായിരുന്നു സ്റ്റെല്ല അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചത്. എന്താണെന്ന അർത്ഥത്തിൽ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് പേടിയാ. ആരെ? അമ്മയാണോ? നീ വാ പറഞ്ഞുകൊണ്ടവൻ സ്റ്റെല്ലയുടെ വലങ്കയിൽ പിടിച്ചു. ചെന്ന് വാതി തുറന്ന് വെളിയിലേക്കിറങ്ങി. കത്തി ജ്വലിച്ചു നിൽക്കുകയാണമ്മ. ഒപ്പം തന്നെ അമ്മാവനും ഉണ്ട്. ഉണ്ണിമായയുടെ അച്ഛനായ മഹാലക്ഷ്മിയുടെ ഒരേയൊരു സഹോദരൻ ദേവദത്തൻ. ആരെയും കൂസാതെ കൊണ്ട് ഇന്ദ്രൻ സ്വീകരണമുറിയിലേക്ക് ചെന്നു. സെറ്റിയിലിരുന്ന ശേഷം ഒരു കാലെടുത്ത് മറുകാലിൽ കയറ്റി വെച്ചു. അരികിലായി നിൽക്കുന്ന സ്റ്റെല്ലയെ പിടിച്ച് അവൻ തൻ്റെ അരികിലേക്കിരുത്തി. അവളുടെ ശരീരത്തിലെ വിറയൽ അപ്പോഴേക്കും അവനിലേക്കും പടർന്നിരുന്നു. ആരാടാ ഇവള്? ഇങ്ങനെ നിന്റെ കൂടെ പിടിച്ചിരുത്തുവാൻ എന്തു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്? എൻ്റെ ഭാര്യ എന്നുള്ള ബന്ധമാണ് ഇവളുമായിട്ട് എനിക്കുള്ളത്. എന്തേ, അമ്മാവനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഭാര്യയോ? എവിടെയോ കുപ്പത്തൊട്ടിൽ കിടന്ന ഇവളെ നിന്റെ മടിയിൽ കൊണ്ടിരുത്തിയാൽ എങ്ങനെയാണ് നിന്റെ ഭാര്യയാകുന്നത്? സിംഹാസനത്തിലിരിക്കുന്ന അമ്മാവന് ഇപ്പം അതറിഞ്ഞിട്ട് എന്താ കാര്യം? ഉണ്ണിമയായിട്ടുള്ള നിന്റെ വിവാഹം നേരത്തെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് തീരുമാനിച്ചതാണ്. എന്നിട്ടിപ്പോൾ ഒടുക്കും നീ ഇതുപോലത്തെ പ്രവൃത്തികൾ കാണിച്ചാൽ? അമ്മാവൻ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് തീരുമാനിച്ച വിവാഹം. അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണ് എനിക്ക് വിവാഹം കഴിക്കാൻ സാധ്യം. എൻ്റെ പൂർണ്ണ മനസ്സോടുകൂടിയാണ് ഞാൻ ഇവളെ വിവാഹം കഴിച്ചത്. തിരിച്ചിവളും. അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ടാകാൻ നിൽക്കാതെ വേഗം മടങ്ങുക എന്ന് നീ മാത്രം പറഞ്ഞാൽ മതിയോ? എൻ്റെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത്. മറ്റാരുടെയും കൈ കടത്തുവാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. നീ കാണിച്ച ഈ തോന്നിവാസത്തിൻ്റെ പേരിൽ എൻ്റെ മകൾ ഉണ്ണിമായിരുന്ന് കണ്ണീർ വാർക്കുകയാണ്. മര്യാദയ്ക്ക് നീ കോവിലിലേക്ക് വരുന്നുണ്ടോ? തൽക്കാലം എവിടേക്കും വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ എൻ്റെ അച്ചമ്മയോടും ഭാര്യയോടും ഒപ്പമാണ് ഞാൻ
ഞാൻ ഇനി കഴിയാൻ പോകുന്നത്. സമയം കളയാതെ ഇറങ്ങി പോകാൻ നോക്ക്. ഇന്ദ്ര. അതുവരെ നിശബ്ദയായി നിന്നിരുന്ന മഹാലക്ഷ്മി അവനെ ഉറക്കെ വിളിച്ചു. ശബ്ദം ഉണ്ടാക്കരുത്. ഇത് ഇന്ദ്രൻ്റെ തട്ടകമാണ്. ഇവിടെ വന്ന് എന്നെ കൂടുതൽ ഭരിച്ചാലുണ്ടല്ലോ, അമ്മയാണെന്നൊന്നും നോക്കില്ല. കൈ പിടിച്ചിറക്കി വിടിഞ്ഞാന്. അവൻ മുരണ്ടു. വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കാതെ രണ്ടാളും പോകൂ. ഒരു മംഗളകർമ്മം കഴിഞ്ഞ വീടാണിത്. അച്ചമ്മയായിരുന്നത് പറഞ്ഞത്. ദേ, ഈ തള്ളയാണ് നിനക്കെന്തിനും വളം വെച്ച് നൽകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇന്ദ്ര, മര്യാദയ്ക്ക് നീ ഇവളെ പറഞ്ഞു വിട്ടിട്ട് ഉണ്ണിമായെ വിവാഹം കഴിച്ചോണം. ഇല്ലെങ്കിൽ ഈ മഹാലക്ഷ്മി ആരാണെന്ന് നീ അറിയും. അമ്മ അമ്മയുടെ പണി നോക്ക്. വെറുതെ വായി തോന്നുന്നത് മുഴുവൻ വിളിച്ചുകൂവി നാട്ടുകാരെ അറിയിക്കണ്ട. പിന്നെ അച്ചമ്മയെ എതിർത്തൊരു വാക്കെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. എടാ, നീ ആരോടാണ് ശബ്ദം ഉയർത്തുന്നതെന്ന് നിനക്കറിയാമോടാ? ആലോചിച്ച് തീരുമാനിക്കെന്തിരാ നീ. ഇന്ദ്രൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതീ നിൽക്കുന്ന സ്റ്റെല്ലയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. ആലോചിച്ച് തന്നെയാണ് ഇന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മയെന്നല്ല, ആരൊക്കെ വന്ന് പറഞ്ഞാലും ശരി. അവൻ കടുപ്പിച്ചു പറഞ്ഞു. തുടരും.